എനിക്ക് ഒരുപാട് നല്ല ഷെയ്ഡ്സ് ഓഫ് ലിപ്സ്റ്റിക് തരുന്ന എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് ഫേസസ് കാനഡ. ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ ക്രിയേറ്റ് ചെയ്തത് ഫേസസ് കാനഡയുടെ പ്രോഡക്ട്സ് കൊണ്ട് മാത്രമാണ്. അപ്പോൾ ഇനിയും ഡിലേ ആക്കണ്ട, നമുക്ക് മേക്കപ്പ് ലുക്കിലേക്ക് പോവാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പ്രൈമറാണ്, ഫേസസിന്റെ അൾട്ടീം പ്രോ പ്രൈമർ പ്ലസ് മോയ്സ്ചറൈസർ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇതിനകത്ത് കണ്ടോ ഒരു ഗ്ലോ ഉണ്ട്, ആ ഒരു സ്ട്രോപ്പ് ക്രീം ഒക്കെ തരുന്ന പോലെ ഒരു ഗ്ലോ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ പ്രൈമർ ഇടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നതല്ല, ഞാൻ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൈമറാണ്. ശരിക്കും ഒരു സ്ട്രോപ്പ് ക്രീം പോലെ ഈ പ്രൈമർ മാത്രം ഞാൻ അപ്ലൈ ചെയ്തുകൊണ്ട് പോകാറുണ്ടായിരുന്നു. ഇത് ശരിക്കും ഇതാണ്ട് ആ ഒരു ഷൈനും ഫേസിലുണ്ട്, ആ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ബേസും തരും. നെക്സ്റ്റ് വന്നിട്ട് സ്ട്രോപ്പ് ക്രീം ആണ്. ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഗോൾഡ് ആണ്. ഇതും ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നതല്ല, ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ക്ലിയർ റിവ്യൂ പറയാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ലൊരു ഡ്യൂയി ഗ്ലോയി ബേസ് വരും. ഇത് ഞാൻ എൻ്റെ ഫൗണ്ടേഷനായിട്ട് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഇതുപോലെ മേക്കപ്പിന് മുന്നേ ഫേസ് ഫുൾ അപ്ലൈ ചെയ്യാറുണ്ട്. ഇല്ലെ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു ഹൈലൈറ്റർ പോലെ ഈ ഹൈ പോയിന്റ്സിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന പ്രോഡക്റ്റ് ആണ് ഫേസസിന്റെ ഒരു അൾട്ടീം പ്രോ HD കൺസീലർ. ഇത് ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നുമില്ല. നല്ല യെല്ലോ കളറാണ് കേട്ടോ. ബ്ലെൻഡ് ചെയ്ത് നോക്കാം ഇതിന് എത്രത്തോളം കവറേജ് ഉണ്ടെന്നറിയാലോ. നല്ല യെല്ലോ കളറാണ്, പക്ഷെ കുഴപ്പമില്ല. നമ്മളിതിൻ്റെ മേളിൽ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യും, അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല. ഭയങ്കര ഒരു ലൈറ്റ് കവറേജ് ആണ് തരുന്നത്. ഞാനിത് മേടിച്ചത് എൻ്റെ ഡാർക്ക് സർക്കിൾസൊക്കെ കൺസീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഉദ്ദേശിച്ചാണ് ഞാൻ മേടിച്ചത്. കവറേജ് ലൈറ്റ് കവറേജേ ഉള്ളൂ. പക്ഷെ ഇത് ബിൽഡബിൾ ആണ് കേട്ടോ. ലൈറ്റ് കവറേജ് ആണെങ്കിലും നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാം. അത്യാവശ്യം പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം, എന്നാലേ ആ ഒരു ഹൈ കവറേജ് ഇല്ല, എന്നാലും ആ ഒരു മീഡിയം കവറേജോളം നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത്തിരി പ്രോഡക്റ്റ് ഇത്തിരി അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഡാർക്ക് സർക്കിൾസ് കൺസീൽ ചെയ്തു. ഇനി നമുക്ക് ഈ ഒരു പിഗ്മെൻറ്റേഷൻസും കൂടെ കൺസീൽ ചെയ്ത് കൊടുക്കാം. ഫോർഹെഡിലും കൂടെ കുറച്ച് അപ്ലൈ ചെയ്യാണ്. ഇതുകൂടെ കൺസീൽ ചെയ്തെടുക്കാം. ഓക്കെ, ഈ കൺസീലറിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിനൊരു ലൈറ്റ് ടു മീഡിയം കവറേജ് ആണ്. നമുക്കത് ബിൽഡ് ചെയ്ത് മീഡിയം ആക്കി എടുക്കാം. പിന്നെ നല്ലൊരു യെല്ലോ ടിൻ്റ് ഉണ്ട്. സോ അതാണ് കൺസീലർ. ആൻഡ് ഷെയ്ഡ് മാച്ച് ആണ്. ഷെയ്ഡ് കുഴപ്പമൊന്നുമില്ല. എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ടോഫി ലവ് ആണ്, 04 ടോഫി ലവ് ആണ് ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ്. സോ ഷെയ്ഡ് മാച്ച് ആണ്, യെല്ലോ ടിൻ്റ് കൂടുതലാണ് പക്ഷേ. സോ നെക്സ്റ്റ് നമുക്ക് ഫൗണ്ടേഷനിലോട്ട് പോവാം. ഫൗണ്ടേഷന് വേണ്ടിയിട്ട് ഫേസസിൻ്റെ ഈ അൾട്ടീം പ്രോ സെക്കൻഡ് സ്കിൻ ഫൗണ്ടേഷനാണ് ഞാൻ ചൂസ് ചെയ്തത്. സോ ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് 04 സാൻഡ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഈ ഷെയ്ഡ് എനിക്ക് ലൈറ്ററാണ്. സാരമില്ല, കുറച്ച് എമൗണ്ട് അപ്ലൈ ചെയ്തിട്ട് നോക്കാം. വലിയ രസമില്ല. നമുക്കിതൊന്ന് ബ്ലെൻഡ് ചെയ്ത് നോക്കാം. ഈ ഷെയ്ഡ് എനിക്കൊരു പൊടിക്ക് ലൈറ്ററാണ്, പക്ഷെ ഭയങ്കര അങ്ങ് വൈറ്റ് പെയിൻ്റ് അടിച്ച ആ ഒരു എഫക്റ്റ് ഒന്നുമില്ല. പക്ഷെ ക്യാമറയിൽ എങ്ങനെ കാണുന്നറിയില്ല. നേരിട്ട് അത്രയ്ക്ക് വൃത്തികേടൊന്നുമില്ല. കാരണം ശരിക്കും അതിൽ പറയുന്ന പോലെ തന്നെ ഒരു സ്കിൻ ലൈക്ക് ഫീൽ ഉണ്ട്. അതായത് ഫൗണ്ടേഷൻ ഇട്ട് പുട്ടി അടിച്ചൊരു എഫക്റ്റ് ഇല്ല, നമ്മുടെ ഒരു സ്കിൻ ലൈക്ക് ഫീൽ. മൊത്തത്തിൽ സ്കിന്നങ്ങ് കവർ ചെയ്യത്തില്ല, നല്ലൊരു ഫിനിഷ് തരും. എനിക്ക് തോന്നുന്നു ക്യാമറയ്ക്കകത്ത് കുറച്ചും കൂടെ ഒരു പുട്ടി അടിച്ച ഫീലാന്ന് തോന്നുന്നു. പക്ഷെ നേരിട്ട് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇറ്റ്സ് ഓക്കെ ആണ്, കുഴപ്പമില്ല. എനിക്ക് ഫൗണ്ടേഷൻ ഇഷ്ടമായി. ആ ഒരു ഡ്രോപ്പർ അത്ര ഇഷ്ടമായില്ല, അത് കറക്റ്റായിട്ട് അങ്ങനെ വരത്തൊന്നുമില്ല. പക്ഷെ ഫൗണ്ടേഷൻ കൊള്ളാം. ആ മൊത്തത്തിൽ സ്കിന്നിൽ ആ ഒരു പുട്ടി അടിച്ച സംഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ, ആ ഒരു എഫക്റ്റ് വരാത്തത് കൊണ്ട് തന്നെ കൊള്ളാം, എനിക്കിഷ്ടമായി. പിന്നെ മുഖത്ത് ഇടുന്ന ഫൗണ്ടേഷൻ തന്നെ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ പുറത്ത് പോകുമ്പോൾ അങ്ങനെ അപ്ലൈ ചെയ്യാം. അല്ലേ ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കും. ഐബ്രോ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസസിൻ്റെ ഒരു ഐബ്രോ പെൻസിലാണ് മേടിച്ച്. ഇതിൻ്റെ ബാക്കിൽ തന്നെ ഒരു ബ്രഷും വരുന്നുണ്ട്. സോ ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് ഡാർക്ക് ബ്രൗൺ എന്നാണെങ്കിലും അതത്ര ഡാർക്ക് ബ്രൗൺ അല്ല. കുറച്ചൊരു എന്താ പറയുക, എൻ്റെ ലാഷസ് അല്ല എൻ്റെ ഐബ്രോസിനെ കാട്ടിയും ഇത്തിരി കൂടെ കളർ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ ഷെയ്ഡ് പറ്റൂല. കാരണം എനിക്ക് തന്നെ ഇതൊരു പൊടിക്ക് ഈ ഷെയ്ഡ് ലൈറ്ററായിട്ട് ഫീൽ ചെയ്യുന്നു. പക്ഷേ നല്ല കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ, ഈ ഒരു ബ്രഷൊക്കെ വരുന്നത് കൊണ്ട് തന്നെ. ഈ ഐബ്രോ പെൻസിൽ എനിക്ക് ഇഷ്ടമായി. നന്നായിട്ട് നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതിന് ഉള്ളി പ്രശ്നം കളർ. ഈ ഒരു കളറ് ലൈറ്ററാണ്, ഡാർക്കർ ബ്രൗൺ അല്ല. അത്ര ഡാർക്ക് ബ്രൗൺ അല്ലാത്തത് കൊണ്ട് തന്നെ കൂടിപ്പോയാലും വലിയ പ്രശ്നമൊന്നുമില്ല, അത്ര വൃത്തികേട് വരത്തില്ല.
കൊള്ളാം, നല്ല പ്രോഡക്റ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഷെയ്ഡിൻ്റെ കാര്യത്തിൽ മാത്രം ഒരു പൊടിക്ക് പ്രശ്നം, പക്ഷെ അല്ലാണ്ട് നല്ല പ്രോഡക്റ്റ്. സോ ഐ മേക്കപ്പിന് വേണ്ടിയിട്ട് ഞാൻ അവരുടെ ഒരു ഐ ഷാഡോ പാലറ്റ് മേടിച്ചു. ഈ ഒരു 4-in-1 ഐ ഷാഡോ പാലറ്റ്, നല്ലൊരു കുട്ടി കോമ്പാക്റ്റ് ആയിട്ടുള്ള ട്രാവൽ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ഐ ഷാഡോ പാലറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൽ 4 ഷെയ്ഡ്സ് ഉണ്ട്. ഷെയ്ഡ്സ് ഒക്കെ അത്യാവശ്യം പിഗ്മെന്റഡ് ആണെന്ന് തോന്നുന്നു. യെസ്, കുഴപ്പമില്ല, വലിയ പിഗ്മെന്റേഷൻ ഇല്ല, പക്ഷെ അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്. നമുക്ക് ആദ്യം ഈ ഒരു ലൈറ്റർ പിങ്ക് ഒരു റോസ് ഷെയ്ഡ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് അപ്ലൈ ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാമേ. എന്നിട്ട് ഈ ഒരു ഡാർക്കർ പിങ്ക് അല്ല, ആ ഒരു ഡാർക്കർ ഷെയ്ഡ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇനി ഇതാ ഈ ഒരു ഷിമ്മർ ഷെയ്ഡ് എടുത്തിട്ട് ഈ ഒരു സ്റ്റാർട്ടിങ് പോർഷൻ ഇവിടെ ആയിട്ട് അപ്ലൈ ചെയ്യാം. കൊള്ളാം, അത്യാവശ്യം നല്ലൊരു പാലറ്റാണ്. ഇഷ്ടമുള്ള ഷെയ്ഡ്സ് ചൂസ് ചെയ്താൽ കൊള്ളാം. നല്ല കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു പാക്കേജിങ്ങും എല്ലായിടത്തും പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. നല്ലൊരു പാലറ്റ്. സെയിം പോലെ തന്നെ നമുക്ക് ഈ സൈഡിലും ഐ ഷാഡോ അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ഇനി ഒരു ഷെയ്ഡും കൂടെ ഉണ്ട്, ഒരു ഗ്ലിറ്റർ ഷെയ്ഡും കൂടെ. ഇതും ഒരു ഗ്ലിറ്റർ അല്ല, ഇതും ഒരു ഷിമ്മറി കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. ഒരു തിളക്കമൊക്കെ ഉണ്ട്. ആ ഷെയ്ഡും കൂടെ എടുത്തിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് ലൈറ്റായിട്ട് ഇങ്ങനെ ഈ ഒരു മിഡിൽ പോർഷനിലെ ഇവിടെ ആയിട്ട് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. സോ ഇനി ബ്ലഷിന് വേണ്ടിയിട്ട് ഞാൻ ആക്ച്വലി ഒരു ബ്ലഷ് മേടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് പൊട്ടിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ലിപ്സ്റ്റിക്കിലേക്ക് പോകാം. സോ ഇത് ഫേസസിന്റെ അൾട്ടീം പ്രോ HD ലിപ്സ്റ്റിക് ആണ്. ഇതിൽ ഞാൻ ചൂസ് ചെയ്ത ഷെയ്ഡ് വന്നിട്ട് മാഗ്നറ്റിക് 02. കുറെ നാളുകൊണ്ട് ഈ ഒരു ഷെയ്ഡ് മേടിക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ്. നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡാണ്. സോ ശരിക്കും ഈ ഒരു ഷെയ്ഡ് ഭയങ്കര രസമുണ്ട്, പക്ഷെ ഇതെനിക്ക് ഒരു പൊടിക്കൊന്ന് വാഷ് ഔട്ട് ആക്കാൻ ചാൻസ് ഉണ്ട്. ഒരു ലിപ് ലൈനർ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നത് കുറച്ചും കൂടെ സേഫർ സൈഡ് ആയിരിക്കും. പക്ഷെ ഇപ്പം നമുക്ക് ആ ഒരു ഫുൾ ഫേസ് മേക്കപ്പ് ഒക്കെ ഉള്ളത് കൊണ്ട് ഒരു ഭംഗിയുണ്ട്. പക്ഷെ മേക്കപ്പ് ഇടാണ്ട് ഇത് വാഷ് ഔട്ട് ആക്കാൻ ചാൻസ് ഉണ്ട്. ബ്ലഷ് പൊട്ടിപ്പോയതുകൊണ്ട് ഞാൻ ഈ ലിപ്സ്റ്റിക്ക് ബ്ലഷ് ആയിട്ടും കൂടെ അങ്ങ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. എനിക്ക് ഈ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. മേക്കപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ വാഷ് ഔട്ട് ആക്കില്ല, പക്ഷെ മേക്കപ്പ് ഇല്ലെങ്കിൽ എന്തായാലും എനിക്കിത് ലൈറ്റായിട്ട് വാഷ് ഔട്ട് ആക്കും. ഇപ്പോൾ ഒരു ലിപ് ലൈനർ കൊണ്ട് ലൈൻ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യണം. ബ്ലഷായിട്ട് നല്ല ഷെയ്ഡ് ഈ ലിപ്സ്റ്റിക്ക്. ലാസ്റ്റ് ഫേസസിൻ്റെ ഈ ഒരു സെറ്റിംഗ് സ്പ്രേ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഒരു സെറ്റിംഗ് സ്പ്രേയും ഭയങ്കര ഇഷ്ടമാണ്. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതിൽ ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന പ്രോഡക്ട്സ് ഈ ഒരു ഫൗണ്ടേഷനും ഈ ഒരു കൺസീലറും പിന്നെ ഈ ഒരു ഐ ഷാഡോ പാലറ്റ് ആൻഡ് ഓൾസോ ഈ ഐബ്രോ പെൻസിൽ. സോ ഇത്രയാണ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത്. പക്ഷേ ഈ സെയിം ലിപ്സ്റ്റിക്കിൻ്റെ വേറെ ഷെയ്ഡ് എൻ്റെ കയ്യിലുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്കിതിൻ്റെ ഒരു ഫിനിഷും കാര്യങ്ങളും ഒക്കെ അറിയാം. നല്ല മാറ്റ് ഫിനിഷാണ്, ട്രാൻസ്ഫർ പ്രൂഫ് ആണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്, കംഫർട്ടബിൾ ആണ്. പിന്നെ ഈ ഷെയ്ഡ് ഇപ്പോൾ പുതിയതായിട്ട് മേടിച്ച ഷെയ്ഡ് മാഗ്നറ്റിക് ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇനി ഒരു ഐ ഷാഡോ പാലറ്റ്, ഇത് ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ട്രാവൽ ഫ്രണ്ട്ലി ഒരു പാക്കേജിങ് പോലെ ഫീൽ ചെയ്തു. നല്ല ഇത്രയേ ഉള്ളൂ, നമുക്ക് എവിടെ വേണമെങ്കിലും പെട്ടെന്ന് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഷെയ്ഡ്സ് ഈ ഒരു ഐ ലുക്ക് നമ്മൾ ഈ പാലറ്റ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്തത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. പിഗ്മെന്റഡ് ഒക്കെയാണ്, അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്, ഹൈലി പിഗ്മെന്റഡ് അല്ല, അത്യാവശ്യം പിഗ്മെന്റഡ് ആണ്. പിന്നെ ഒരു ഐബ്രോ പെൻസിൽ, ഇതും എനിക്ക് ഇഷ്ടമായി. ഇത് ഭയങ്കര കൺവീനിയൻ്റ് ആണ് യൂസ് ചെയ്യാൻ. ഈ അറ്റത്തൊരു ബ്രഷ് വരുന്നതുകൊണ്ട് തന്നെ ഈസിയാണ്. പിന്നെ ഷെയ്ഡ് കുറച്ച് ലൈറ്ററാണ്, ഡാർക്ക് ബ്രൗൺ എന്നാണ് ഷെയ്ഡിൻ്റെ പേരെങ്കിലും അത്ര ഡാർക്ക് ബ്രൗൺ അല്ല. പിന്നെ ഒരു ഫൗണ്ടേഷൻ ഇഷ്ടപ്പെട്ടു. ശരിക്കും ഒരു സ്കിൻ ലൈക്ക് ഒരു സെക്കൻഡ് സ്കിൻ പോലെ തന്നെ ഉണ്ട്. അതായത് നമുക്ക് ഒരു ഭയങ്കര പുട്ടിയടിച്ച ഒരു എഫക്റ്റ് തരത്തില്ല, നല്ലതാണ്. ഈ ഷെയ്ഡ് എനിക്ക് ഒരു പൊടിക്ക് ലൈറ്ററായിരുന്നു ഫീൽ ചെയ്തെങ്കിൽ പോലും അതിപ്പം എൻ്റെ ഒരു സ്കിന്നിന് അങ്ങ് സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡായിട്ട് മാറി. ആൻഡ് ഈ ഒരു കൺസീലറും കൊള്ളാം. ഒരു ലൈറ്റ് ടു മീഡിയം കവറേജ്, ഒരു ഫുൾ കവറേജ് ഹൈ കവറേജ് എന്ന് പറയുന്നില്ല, ഒരു ലൈറ്റ് ടു മീഡിയം കവറേജ് വരുന്നുണ്ട്. എനിക്ക് ഡാർക്ക് സർക്കിൾസും പിഗ്മെന്റേഷനും ഒക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഹൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നല്ലൊരു ഫിനിഷ് ഉണ്ട്, നന്നായിട്ടുണ്ട്. സോ ഇതും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നതാണ്. ഷെയ്ഡും എല്ലാം മാച്ചാണ്. സോ അപ്പോൾ വീഡിയോ ഇഷ്ടമായി, യൂസ്ഫുൾ ആയെന്നൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.